ഹലോ വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മുടെ വീട്ടിലെ ടി വി ഉണ്ട്, അത് റിപ്പയർ ചെയ്യാനായിട്ടൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പാനൽ കേടായി പോയതാണ്. ഇപ്പോൾ പാനൽ ഫുള്ളായിട്ട് മാറ്റണമെന്നാണ് ഇവിടുത്തെ ലോക്കൽ കടകളിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. അത് 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാറൻറ്റി പീരീഡ് കഴിഞ്ഞപ്പോൾ സാധനം കംപ്ലൈൻ്റ് ആയി. നല്ല നട്ടുച്ച സമയമാണ് കേട്ടോ. നമ്മൾ എണീച്ചത് പോയി രാവിലെ 10 മണിയൊക്കെ ആയപ്പോഴാണ് എണീച്ചത്. അപ്പോൾ എണീച്ച ടൈമിൽ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് സമയം പോയി. ഇപ്പം ഏകദേശം 1 മണി ടൈമായിട്ടുണ്ട്. നല്ല മുട്ടൻ വെയിലാണ്, തലയൊക്കെ പുകയുന്നുണ്ട്, വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കണതാണ്. ക്യാപ്പ് തപ്പിക്കഴിഞ്ഞപ്പോൾ ക്യാപ്പ് മിസ്സിങ് ആണ്. കാരണം നമുക്ക് ക്യാപ്പ് കിട്ടിയിട്ടില്ല. ആൾക്കാരും പുറത്തില്ല, എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു. ആരും പുറത്തൊന്നും കാണില്ല. വൈകുന്നേരം ആയി കഴിയുമ്പോഴേക്കായിരിക്കും ആൾക്കാരൊക്കെ ഇനി പുറത്തിറങ്ങുള്ളൂ. എനിക്ക് ഈ ചൂട് ഒട്ടും പറ്റണമെന്നില്ല കേട്ടോ. നമുക്ക് രാത്രി തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ. രാത്രി പുറത്തിറങ്ങിയാണെങ്കിൽ വെയിലില്ലല്ലോ. നമ്മൾ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി പറഞ്ഞ് കുറച്ചുകൂടി പോകണം ബസ് സ്റ്റോപ്പിലോട്ട്. നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഇനി നമുക്ക് ബസ് സ്റ്റോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്തതാ ആൾക്കാരൊക്കെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. നമുക്കിനിപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പേര് വെയിറ്റ് ചെയ്യാം. ബസ് വരുമോ വലിയൊന്നും എപ്പോഴാണെന്നറിയില്ല. ജംഗ്ഷനിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വെയിൽ ഇത്ര അധികം ഉള്ള കാരണം പൊതുവെ ആൾക്കാർ കുറവാണ്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യണത് വളരെയധികം നല്ലതാണ്. പൈസ കുറവാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എല്ലായിടത്തും കണക്ടിവിറ്റി ഉള്ള കാരണം സുഖമായിട്ട് പോകാനും വരാനൊക്കെ പറ്റും. എനിക്ക് പക്ഷേ ഇത് പറ്റുന്ന പരിപാടിയല്ല എന്ന് തോന്നണേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടിയിലും കാറിലൊക്കെയാണ് കൂടുതൽ ട്രാവൽ ചെയ്യാനായിട്ട് എനിക്കിഷ്ടമാണ്. ഇപ്പോൾ പെട്രോൾ അടിക്കാൻ കാശില്ലെങ്കിൽ പോലും നമ്മൾ കാശ് എവിടെന്നെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണെങ്കിലും പെട്രോൾ അടിച്ചിട്ട് പോയിട്ട് വന്ന ടൈപ്പ് ആൾക്കാരാണ്. അത് കാരണം എനിക്ക് പേഴ്സണലി ബസ്സിൽ ട്രാവൽ ചെയ്യാൻ അത്രയ്ക്ക് താല്പര്യം ഇല്ല. പക്ഷേ നല്ലതാണ്, ബെറ്റർ ഓപ്ഷനാണ് ഫിനാൻഷ്യൽ പരമായിട്ട്. പെരുമ്പാവൂർ വണ്ടി വന്നിട്ടാണ് ഞാനപ്പോൾ പോകാൻ പോണതാണ്. ഞാൻ പോവാണല്ലോ. നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കരിമോടെത്തി, നമ്മൾ പോകാൻ പോണെയാണ്. നിന്റെ പൊന്നോ ബസ് പറന്നു വന്നേ. കുഴിയിലൊന്നും നിർത്തണ പോലുമില്ല. എറണാകുളം പോയി എങ്ങനെയാവും വണ്ടി കൊണ്ടുപോകുന്നു. കുത്തി ഗ്യാപ്പിൽ കയറ്റി ഫ്രണ്ട് കയറി കഴിഞ്ഞാൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി മാറ്റി കൊടുക്കണേ. പേടിച്ചിട്ട് കാറുകാരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി മാറ്റി കൊടുക്കണേണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് കൂടിയാണോ ഇതാണ് നമുക്ക് പോകേണ്ട ലൊക്കേഷൻ. എന്ന് പറഞ്ഞത് 2 വഴിയുണ്ട്. എളുപ്പ വഴി തന്നെയാണ്. 23 മിനിറ്റ് ആണ്. അപ്പോൾ എവിടെയായിട്ടാണ് 23 മിനിറ്റാ. തൈക്കാവ് അപ്പുറത്താണ്. തൈക്കാവില്ലേ, തൈക്കാവിൻ്റെ കഴിഞ്ഞ് കുറച്ചുകൂടി വേണം. അല്ല കുഴപ്പമില്ലെങ്കിൽ അങ്ങനെയായിരുന്നു. എനിക്കറിയില്ല, ചോദിച്ചാ ഞാൻ പറയട്ടെ. ചെറിയ പൈസക്ക് ശരിയാക്കി കിട്ടുവാണെങ്കിൽ ലാഭമല്ലേ. 16,000 രൂപയ്ക്ക് ശരിയാക്കാൻ പറ്റുമെന്നാണ് അവർ പറയണം. അതിന്റെ മറ്റേ പരസ്യത്തിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടേക്കണ ഒരു 6,000-7,000 രൂപയ്ക്കൊക്കെ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കാട്ടണം. ലാഭമാണ്.
ഡിസ്പ്ലേയുടെ ഇല്ലേ പാനലിൽ LED ഉണ്ടല്ലോ, ഈ LED എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്യും. നമ്മളെ കയ്യിൽ കാണുന്ന ഇങ്ങനെ ഒരു സ്ക്രീൻ പോലെയല്ല വന്നെ, ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട്. ആ പ്രശ്നമൊക്കെ മാറ്റുന്ന, അതൊക്കെ ആ പ്രശ്നം വരുന്നത് പാനലിലുള്ള LED പ്രോബ്ലം കാരണമാണെന്നാണ് അതിൽ കണ്ടത്. അപ്പോൾ അത് റിപ്പയർ ചെയ്യണം ലേസറിൽ വെച്ചിട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥാപനം. ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറാനുണ്ട്. റോഡ് കണ്ടില്ലേ, റോഡ് സൈഡിൽ തന്നെയാണ്. കിടക്കുന്ന വണ്ടികളൊക്കെ ഇവിടെ ഒന്നാണ്. ഒരുപാട് വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇവർക്ക് കുറച്ച് ഉള്ളിട്ട് കയറിയിട്ട് ചെറിയൊരു പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസും കൂടി ഉണ്ട്. ഒരു വീടാണ്, ആ വീട്ടിലാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്ന വണ്ടിയൊക്കെ ഇവിടെ വന്നേക്കുന്നതാണ്. കുറച്ച് ഉള്ളിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് അവരുടെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഓഫീസും ബാക്കി റിപ്പയർ ചെയ്യുന്ന സ്ഥലമൊക്കെ. ഇതാണ് TV കെയർ. ഒരു പാർക്കിംഗ് കൂടി ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഈ സ്ഥാപനത്തിൽ വന്നതാണ് കേട്ടോ. ഒത്തിരി ആൾക്കാരുടെ TV ഇതേപോലെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇവരാണെങ്കിൽ നമ്മൾ TV കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നോക്കിയിട്ട് ഹാഫ് ആൻ അവറിൽ തന്നെ റിപ്പയർ ചെയ്തിട്ട് തരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര അധികം ആൾക്കാർ വന്നെ കേട്ടോ. പൈസ കമ്പാരിറ്റീവ്ലി വളരെയധികം കുറവാണ്. ഞങ്ങൾ TV പുറത്ത് റിപ്പയർ ചെയ്യാനായിട്ട് നോക്കിയ സമയത്ത് പാനലടക്കം മാറ്റണമെന്നാണ് പറഞ്ഞത്. അതിന് ഏകദേശം ഒരു കോസ്റ്റ് 20,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇൻ കമ്പാരിസൺ ഇവിടെ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായത് 6,000 രൂപ 7,000 രൂപ അറൗണ്ട് ആ റേഞ്ചിൽ നമുക്ക് പാനലിലുള്ള കംപ്ലയിൻറ്റ് ശരിയാക്കി തരുമെന്നാണ് മനസ്സിലായത്. നമുക്ക് എന്തായാലും TV കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ TV ഇവിടെ വന്നിട്ട് റിപ്പയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാരണം വണ്ടിയുടെ ഉള്ളിൽ കയറ്റിയേക്കാനാണ്. നമ്മളിവിടെ നിന്ന് പോകാൻ പോകണതാണ്.
നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു റീൽ കണ്ടിട്ടാണ് വന്നത് കേട്ടോ. റിപ്പയർ ചെയ്ത് നമ്മുടെ പാനലിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ലേസറിൽ റിപ്പയർ ചെയ്യാനൊരു മെഷീനുണ്ട്. മെഷീനിൽ വെച്ചിട്ട് ഫോൾട്ട് റിമൂവ് ചെയ്യാൻ ഒരു പരിപാടിയാണ് ചെയ്തിരുന്നത്. നമുക്ക് ടി വി ഞങ്ങളുടെ ഡിസ്പ്ലേ ഫുള്ള് ഇതേപോലെ ഗ്രെയിംസ് പോലെ വന്നിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ലൈൻസും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നൊരു 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട്, കാരണം ഒരുപാട് തിരക്കായിരുന്നു. പിന്നെ അപ്പോൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 5500 രൂപ സർവീസ് കോസ്റ്റ് ആയിട്ടുണ്ട്. ഇൻ കമ്പാരിസൺ ഞങ്ങൾ പുറത്തൊക്കെ ചോദിച്ച് നോക്കുമ്പോഴേക്കും നല്ല ലാഭമാണ്. പക്ഷേ 3 മാസം നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടുള്ളൂ. അത് കഴിയുമ്പോഴേക്കും എങ്ങനെയായിരിക്കും എന്ന് ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്ത കാരണം പറയാനായിട്ട് പറ്റില്ല. 3 മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ പോലെ ചെയ്തിട്ട് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഇടാനായിട്ട് പറ്റും. നിലവിലിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ സ്പോട്ടോ അതേപോലെ ഗ്രെയിംസോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാനാണ്.